കഴിഞ്ഞ മാസം 26-ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാടെത്തി വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തറക്കല്ലൊക്കെ ഇട്ടിട്ട് പോയി. അപ്പം തറക്കല്ലിട്ടു. വലിയ എന്താ പറയുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങൊക്കെ വെച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ആഘോഷം തന്നെയായിരുന്നു. വീട് കൊടുക്കുന്ന ഇനിയിപ്പം നമ്മളൊക്കെ സംശയിച്ചു, തറക്കല്ലിട്ടത് ഇങ്ങനാണെങ്കിൽ ഇനി നാളെ വീടൊക്കെ ആയി കഴിയുമ്പോൾ ഇതിനും വലിയൊരു ആഘോഷം നമുക്ക് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്ന് ആ തറക്കല്ലിട്ട് പോയതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ഇതുവരെ ഒരു അണികൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം അന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തവര് ബാക്കി വെച്ചിട്ട് പോയ അവശിഷ്ടങ്ങൾ വരെ, അതായത് ഫുഡ് വേസ്റ്റും മീൻസ് എല്ലാ അവശിഷ്ടങ്ങളും ഇപ്പോഴും അവിടെ കുമിഞ്ഞുകൂടി അങ്ങനെ കിടപ്പുണ്ട്. അങ്ങോട്ടേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ആ തറക്കൽ ഏതെങ്കിലും ഇട്ടു, അതിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് പോലും ആരും കൊടുക്കാൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ നമ്മൾ മുന്നേ മുതലേ ചർച്ച ചെയ്യുന്നുണ്ട് ഇവർ എന്തിനിത് ചെയ്യുന്നു. മുൻപ് മുതൽ പലയിടത്തും ഇട്ട തറക്കലിന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതേ അവസ്ഥ തന്നെ ആയിരിക്കത്തില്ല ഇവിടെ ഉണ്ടാവുമ്പോൾ. ഇതില് വിദ്യ പറഞ്ഞൊരു കാര്യം ശരിയാണ്. പക്ഷെ വിദ്യ വിചാരിച്ചാണ് ഇത് കൊടുക്കുന്നപ്പം ഭയങ്കര ആഘോഷമായിട്ട് നടക്കുമെന്ന്. അല്ല, ഇത് നമ്മൾ ഇത് വെച്ചത് കമ്പയർ ചെയ്യാം. എനിക്ക് ആ ഇതില്ലായിരുന്നു. കാര്യം എന്താണെന്നറിയാം, ഇത് കൊടുക്കത്തില്ല എന്ന് എനിക്കറിയാം. പിന്നെ നമ്മളങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് വലിയ ആഘോഷമായിരിക്കും എന്നൊക്കെ നമ്മൾ വെറുതെ എന്തിനാ മനക്കോട്ട കിട്ടുന്നത്? നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ലത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഇരിക്കുന്ന ആ സമയത്ത് നല്ല വേനൽക്കാലം അല്ലേ, ഈ സമയത്ത് മഴ പെയ്യണമെന്ന് നമ്മൾ വിചാരിച്ച ചിലപ്പോൾ പെയ്തെന്നിരിക്കും. നമ്മൾ മനസ്സിൽ കരുതിയാൽ ചിലപ്പോൾ ഒരു മഴ പെയ്യും. പക്ഷെ ഇത് അങ്ങനൊന്നുമല്ല. അതിന് മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതാണ് ഈ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ. അപ്പം ഇപ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് രസം എന്താ പറയുക, ഈ റിപ്പോർട്ട് ആദ്യമായിട്ട് വരുന്ന മനോരമയിലാണ്. ഞാൻ ഭയങ്കരമായിട്ട് എന്നെ അതിശയിപ്പിച്ചു. മനോരമ ന്യൂസിലാണ് ഈ വാർത്ത വരുന്നത്. ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവിടെ എന്തോ വലിയ തറക്കല്ലിടിയിൽ കഴിഞ്ഞു, വലിയ പണി എന്തോ നടന്നു, അവിടെ പൈലിംഗ് ഒക്കെ തുടങ്ങി കാണും. ഇനി അതല്ല, അവിടെ ചിലപ്പം വീടിന്റെ പകുതി എന്താ പറയുന്നത്, ഇത് പ്ലിന്ത് വാർപ്പെന്നൊക്കെ പറയത്തില്ല, അതുവരെ എത്തിയിട്ടുണ്ടാവും എന്നൊക്കെ കരുതി. പക്ഷെ കണ്ടപ്പോഴല്ലേ മനസ്സിലായി ഈ ചെറുക്കൻ്റെ ക്യാമറമാൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന കുപ്പി കാണിച്ചു തരാൻ വേണ്ടായിരുന്നു. അതായത് ഇവരെല്ലാം വന്ന് ഇത്രയും ആൾക്കാർ വന്നതല്ലേ, രാഹുൽ ഗാന്ധിയൊക്കെ വന്നിട്ട് എന്താ പറഞ്ഞ അവിടെ വന്നിട്ട് വയനാടുകാരെ ഊശിയാക്കിയിട്ട് പോയെന്നാണ് ഒരു നാട്ടുഭാഷ വേണേൽ പറയാം. കാര്യം വയനാടുകാരുടെ മുമ്പിൽ ഇരുന്നിട്ട് പെങ്ങളും ആങ്ങളും തമ്മിലുള്ള വഴക്ക് കഥ പറഞ്ഞു. അപ്പോൾ വയനാടുകാരെന്തിനാ ഇത് കേൾക്കുന്നത്? വയനാടുകാർക്ക് അത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിൽ വഴക്കിടാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതായത് നിങ്ങളുടെ സോണിയാഗാന്ധി അറിയാതിരിക്കോ, സോണിയാഗാന്ധി ഇത് അറിഞ്ഞിട്ട് നിങ്ങളോട് എന്ത് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും വഴക്ക് പറഞ്ഞോ, അടിച്ചോ, എന്നാലും ചെവിക്ക് നുള്ളിയോ എന്നൊക്കെയുള്ള കാര്യം നാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ നിന്നാൽ മതി. അപ്പം ഇതൊക്കെ വന്നിട്ടാണ് പ്രസംഗിക്കുന്നത്. എന്നിട്ട് അവിടെ വന്ന് കുറച്ച് പേർക്ക് എന്തോ ഇത്തിരി പൈസ കൊടുത്തിട്ട്, അപ്പോഴേ ആ പൈസ കൊടുപ്പ് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിൽ ഉടായിപ്പാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാലഘട്ടങ്ങളിൽ അത്രയും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് സംഭവം നടന്ന ഓഗസ്റ്റ് മാസം മുതൽ തന്നെ, ജൂലൈയിൽ സംഭവം നടക്കുന്നു, ഓഗസ്റ്റ് മാസം മുതൽ തന്നെ ആദ്യം വീട് പ്രഖ്യാപിച്ചാരെന്നറിയോ? രാഹുൽ ഗാന്ധി. ഓഗസ്റ്റ് മാസത്തിൽ 2024 ഓഗസ്റ്റ് മാസത്തിൽ രാഹുൽ ഗാന്ധി വീട് പ്രഖ്യാപിച്ചു. ആ ദുരന്തത്തിൽ വീട് തകർന്നവർക്ക് രാഹുൽ ഗാന്ധി 100 വീട് പ്രഖ്യാപിച്ചു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി തൊട്ടടുത്ത ദിവസം, നെക്സ്റ്റ് ഡേ ഇവര് നമ്മുടെ എന്താ പറയാ KPCC 100 വീട് പ്രഖ്യാപിച്ചു. അതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് സർക്കാരിന്റെ പദ്ധതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് DYFI പറഞ്ഞു ഞങ്ങളൊരു 25 വീടിനുള്ള പൈസ ഞങ്ങൾ പിരിച്ചു തരാം എന്ന് DYFI ഏറ്റു. അത് കഴിഞ്ഞപ്പോൾ യൂത്തന്മാർക്ക് അങ്ങോട്ട് പിടിച്ചില്ല. യൂത്തന്മാരുണ്ടെ പറഞ്ഞു ഞങ്ങളൊരു 30 വീട് അങ്ങോട്ട് വെച്ച് തരാം. നന്നായി. എന്നിട്ട് ഈ പറയുന്ന അപ്പൊ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ ഒരു 100 വീട്, KPCCയുടെ 100 വീട്, യൂത്ത് കോൺഗ്രസിന്റെ 100 വീട്, മൊത്തം വേണ്ട 130 വീട്. അങ്ങനെ മൊത്തം 230 വീടുകൾ അവിടെ ഉണ്ടാവണം. 230 വീടുകൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യുവജന സംഘടനയുടെയും ദേശീയ കോൺഗ്രസിൽ നിന്നും ഉണ്ടാവേണ്ടതാണ്. ഒരാൾ MP ആണ് വയനാടിന്റെ, അതിൽ നിന്നുണ്ടാവേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഇത്രയും വീടുകളാണ് വയനാട്ടിൽ നമുക്ക് സ്വാഭാവികമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ നാളെ ഇത്ര കഴിഞ്ഞു, ഓഗസ്റ്റ് മാസം 2 കഴിഞ്ഞു. ഇതിനിടയിൽ നിരവധിയായ തവണകളിൽ തറക്കല്ലിടിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ വേറെ വന്ന വിവാദം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ പെണ്ണ് കേസിൽ പെട്ടു, ഫണ്ട് തട്ടിപ്പ് കേസായി. ആ കേസിൽ ഫണ്ട് എവിടെ പോയെന്നറിയില്ല. പിന്നീട് ഏറ്റവും ഒടുവിലൊരു രക്തസാക്ഷിയെ പോലെ വന്ന് ചാടിയ OJ ജനീഷ് വരുന്നു. ജനീഷ് വന്നിട്ട് വലിയ വായിൽ വീരവാദം അടിച്ചു, ഞങ്ങൾ സർക്കാർ വീട് കൊടുക്കുന്നതിനോടൊപ്പം അവിടെ കോൺഗ്രസിന്റെ വീടും ഉണ്ടായിരിക്കും എന്ന് വീരവാദം അടിച്ചു. എന്നിട്ട് ആ ജനീഷിനെ ഇപ്പൊ കാണാനില്ല. ജനീഷിന്റെ വീട്ടുകാരിക്കുന്ന മഷി നോട്ടക്കാരനെ കാണാൻ പോയി. ജനീഷ് എവിടെയാണെന്നറിയാം. കാര്യം അത് പോയി. ആ തുക 1,05,00,000 രൂപ 100 വീട് വെക്കുന്നതിന് വേണ്ടി 30 വീടിനാണ് 1,05,00,000 രൂപ കൊടുക്കുന്നത്. 30 വീടിന് 1,05,00,000 എന്ന് പറയുന്ന തുക എത്ര വീടിന് തികയെന്ന് ആലോചിച്ച് നോക്ക്. ഒരു വീടിന് 20 ലക്ഷം രൂപയാവും. 5 വീട്, 5 വീട്, അതിൽ കൂടുതൽ 1 കോടി രൂപയ്ക്ക് വെക്കാൻ പറ്റത്തില്ല.
ആണോ ഇല്ലേ? 20 ലക്ഷം രൂപ ഒരു വീട് പൂർത്തീകരിക്കുന്നതിനാവും. അപ്പൊ ഈ 1 കോടി രൂപ കൊണ്ട് പിന്നെ 1 കോടി രൂപയ്ക്ക് ഒരു 100 വീടെന്ന് പറയുമ്പം ഒരു വീടിന്റെ പുറത്ത് എത്ര ലക്ഷം രൂപ വരും? സിമ്പിളായിട്ട് നമ്മൾ 1 ലക്ഷം രൂപ അല്ലേ? അത്രയും. അതുകൊണ്ട് 100 വീട് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ ഈ 30 വീടെന്ന് പറയുന്ന ഒരു വലിയ സംഭവം എന്തിനാ ഇവര് വന്ന് പറഞ്ഞത്? 20 ലക്ഷം രൂപയാണ് അവിടെ മര്യാദയ്ക്ക് ഒരു വീട് വെക്കുക. നമുക്ക് എല്ലാവർക്കും വീട് വെക്കുന്നതിനെ കുറിച്ച് അറിയാം. അത്യാവശ്യം ഒരു നല്ല വീട്, ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് കയറി കിടക്കാൻ ഒരു വീട് വേണമെങ്കിൽ നമുക്ക് അത്രയും പൈസ ചിലവാകും, സ്വാഭാവികം. അപ്പോൾ 20 ലക്ഷം രൂപ കൊണ്ട് ഒരു വീട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വീടിൽ കൂടുതൽ യൂത്ത് കോൺഗ്രസിന്റെ പൈസ കൊണ്ട് പിന്നെ വയനാട്ടിൽ വെക്കാൻ പറ്റില്ല, 100% ഉറപ്പല്ലേ? അപ്പോൾ പിന്നെ എന്തിനാണ് ഈ വീരവാദം അടിച്ചത്? അപ്പോൾ 30 വീട് പറഞ്ഞു, DYFIക്കാർ കൊടുത്തു, അത് വേറൊരു കാര്യം. 20 കോടി രൂപ പിന്നെ അവർക്ക് വീട് വെക്കുന്നതിന് 100 വീട് വെക്കുന്നതിന് വേണ്ടി അവർ പൈസ കൊടുത്തു, കാര്യം ശരിയാണ്, എല്ലാം ഓക്കെയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ ജനങ്ങളെ പറ്റിച്ചവരാണ്. ഈ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീടിന് പൈസയെങ്കിലും രാഹുൽ ഗാന്ധി പോട്ടെ, വയനാട് MP ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കാമല്ലോ. 5 കോടി രൂപ പ്രതിവർഷം രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു MP-ക്ക് കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കുന്നുണ്ട്, MP ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. എത്രയെങ്കിലും ഒരു രൂപ വയനാട്ടിലെ ദുരിതാശ്വാസം അവിടെ വീട് നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഈ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയങ്ക ഗാന്ധി 1 രൂപ കൊടുത്തിട്ടുണ്ടോ? ഈ 2 MP-മാര് വയനാടിന്റെ സ്വന്തം MP-മാരാണെന്നേ. വയനാടിന്റെ സ്വന്തം MP-മാരാണ് ഇവർ രണ്ടുപേര്. ഇവർ രണ്ടുപേരും ഒരു നയാ പൈസ വയനാടിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്കോ അതല്ലെങ്കിൽ അവിടെയുള്ള സാധാരണക്കാർക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടോ ചെലവാക്കിയിട്ടില്ല. എന്നിട്ടാണ് വന്നിട്ട് ഈ നാട്ടുകാരുടെ മുമ്പിൽ ഇരുന്നുണ്ട് ഇത് കാണിക്കുന്നത്, ഈ കപട സ്നേഹം കാണിക്കുന്നത്. നാട്ടുകാരെന്തോ എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ മറ്റവരാണ്, മറിച്ചവരാണ്, അമ്മായിയമ്മയാണ്, അപ്പൂപ്പനാണ് എന്നൊക്കെ വന്നിരുന്നുണ്ട് വിളിച്ചു പോയത്. ഇത് നാരിത്തരമെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ല എന്താ അവിടെ വന്നിട്ട് കാണിക്കേണ്ടതാണോ? എന്നിട്ട് പറഞ്ഞ് സർക്കാർ കൊടുത്തില്ലല്ലോ. സർക്കാർ ടൗൺഷിപ്പ് കൊടുത്തു, 178 വീട് കൊടുത്തു. DYFIക്കാർ പിള്ളേർ 178 പിന്നെ TV കൊടുത്തു. എന്തിനാ? ഇവരുടെ UDF-ന്റെ തന്നെ ഘടകകക്ഷിയല്ലേ മുസ്ലിം ലീഗ് കൊടുത്തില്ല 51 വീട്. അവരെന്താ ഫർണിഷ് ചെയ്ത് 51 വീട് കൊടുത്തു. നാണമുണ്ടോ കോൺഗ്രസ്സുകാർക്ക്? വലിയ ദേശീയ പാർട്ടിയാണ്. ദേശീയ നേതാവ് വന്നിട്ട് തറക്കല്ലിട്ടിട്ട് പോയ തറക്കല്ല് മാറ്റി ഒരു സൈഡിൽ ഒരു ഭിത്തിയെ ചാരി വെച്ചിരിക്കുക. ഇനി ഇവരുടെ വിചാരം എന്താണെന്നറിയാവോ? ഇനിയിപ്പോൾ ഈ ശിലാഫലകം അവിടെ കിടന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ആരെങ്കിലും മഴ പെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കിളിച്ചു വരും. ആ കിളിക്കോ എന്നുള്ള പേടി കാരണമാണ് അത് ഊരി മാറ്റി ഒരു സൈഡിൽ ഒതുക്കി വെച്ചേക്കും. നാണമുണ്ടോ സത്യത്തിൽ കോൺഗ്രസ്സുകാർക്ക്? അടുത്ത തവണ കേരളം ഭരിക്കാൻ പോകുന്ന ടീമാണെന്നേ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അടുത്ത 2020 ഏതാനും മാസങ്ങൾക്കകം നേരത്തെ ഉണ്ട്. ഇവിടെ നമ്മൾ 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാണ്. നേരത്തെ 100 സീറ്റാണ്. 100 വിട്ടൊരു കളിയില്ല. ഇനി ഈ പിന്നെ കുളിച്ചില്ലേലും മറ്റേ പെരപ്പുറത്ത് കിടക്കണമെന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, അല്ലേ? ആ ഒരു ചൊല്ലുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. നടക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല, പക്ഷെ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കും. പ്രളയത്തിന് എത്രയാണ്? 1000 വീടാണ് പ്രഖ്യാപിച്ച കേരളത്തില്. 1000 വീട് പ്രളയത്തിന്. ഈ 1000 വീട് പ്രഖ്യാപിക്കുന്നു, 500ആയി, 300ആയി, 100ആയി, അങ്ങനെ 10 വീട്. പിന്നെ ഏറ്റവും അവസാനം മറിയക്കുട്ടി ചേട്ടത്തേക്ക് വീടും വെച്ചു. ഇതാണ് ഇവരുടെ രീതി എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇവരെയാണ് കേരളത്തിലുള്ള ജനങ്ങൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് കേരളത്തിന്റെ ഭരണത്തിലേക്ക് കൊടുക്കേണ്ടതല്ല, കേരളത്തിന്റെ ഭരണം എടുത്ത് കൈ കൊടുക്കേണ്ടത് ഇവർക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പറഞ്ഞത് പിന്നെ ദേശാഭിമാനി പോയിട്ടോ കൈരളി TV പോയിട്ടോ ഒന്നും അല്ല അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്തത്. മനോരമ തന്നെയാണ് ഈ വാർത്ത പുറത്തു വിട്ടത്. ഒഴിഞ്ഞു കിടക്കുന്ന കുപ്പി, എന്ന ഒരു കാര്യം, നാശങ്ങളെ ആ കുപ്പിയെങ്കിലും പെറുക്കി എവിടെയെങ്കിലും കൊണ്ട് കളാം. ആ കുപ്പി, അവിടെ കിടക്കുന്ന കുപ്പികളും ഫുഡ് വേസ്റ്റും ഇതെങ്കിലും പെറുക്കാൻ 10 പേരെ ചുമതലപ്പെടുത്ത്. ഒരു 100 രൂപ വെച്ച് അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ വൈകുന്നേരം കാര്യം ഉച്ചവരെയുള്ള പരിപാടി പോലും ഇല്ല, ഒന്ന് പെറുക്കിക്കൊണ്ട് കളാം. ഒരുപാട് പണിയില്ലാത്ത കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ടല്ലോ, അവരുടെ കൊണ്ട് പറ ഇത് പെറുക്കിക്കൊണ്ട് പോകാൻ. അവർക്കിനി പണിയൊന്നും ഇല്ല അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക്. അതെങ്കിലും അവർ ചെയ്യട്ടെന്നേ. എന്നിട്ട് ഈ ശിലാഫലകം കൊണ്ട് നീ ചാരി വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഒരു കേശുവേണവന്റെ വീട്ടിലെങ്കിലും കൊണ്ടുവെക്ക്, അതെങ്കിലും ചെയ്. അല്ലെങ്കിൽ ടി സിദ്ദിഖ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ. അല്ല, പട്ടിക്കൂടിന്റെ പുറത്ത് സൈഡിലെങ്കിലും വെക്കാം. ഒരു സൈഡിൽ അവിടെ ഒരു സൈഡ് നിർത്തിക്കൊണ്ട് പട്ടിക്കൂട് ബാക്കിയെടുത്ത് പണിയും, ഗ്രില്ല് പോയെടുത്തൊക്കെ ഏതെങ്കിലും പട്ടിക്കൂടിനെങ്കിലും കൊണ്ട് വെക്കാമല്ലോ സൈഡിലെവിടെങ്കിലും. അതെങ്കിലും ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് വയ്ക്കൂടെ? അതെങ്കിലും ചെയ്യാം സിമ്പിളായിട്ട്. അതിനെങ്കിലും ഉപയോഗിക്കുക ആ കല്ല്. അല്ല അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല, സത്യം പറഞ്ഞൊരു പ്രയോജനം ഇല്ല. എന്തിനു നാണം കെട്ട പരിപാടിയാണ്. എന്തിന് വയനാടുകാർ ഇത്ര മണ്ടന്മാരാണെന്ന് വിചാരിച്ച് വെച്ചേക്കുന്നത്? ആന കയറുന്ന ഒരു സ്ഥലം, ആന കയറി കൃഷി നശിപ്പിക്കുന്ന ആൾക്കാരെ കൊല്ലുന്ന ഒരു സ്ഥലം, കീഴ്ക്കാൻ തൂക്കായി കിടക്കുന്ന ഒരു സ്ഥലം, അവിടെയൊക്കെ കൊണ്ട് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എന്തിനായി പറ്റിക്കുന്നേ? നോക്ക്, സംസ്ഥാന സർക്കാർ പിന്നെ ഈ പറയുന്ന 174-ലധികം വീടുകൾ വെക്കുന്നു. അവിടെ ആകെ വേണ്ട 400 ചില്ലാനും വീടാണ്. അതിൽ കുറച്ച് പേർ മാത്രം ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് വേറെ നിലയ്ക്ക് ഇപ്പോൾ മുസ്ലിംസ് ലീഗ് വെക്കുമ്പോൾ ആ ലീഗിന്റെ വീട് മതി എന്ന് പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്.
ടൗൺഷിപ്പിൽ വേണ്ട, ലീഗ് വീട് വെക്കുന്നുണ്ടല്ലോ എന്ന്. ഇപ്പൊ ലീഗ് 51 വീട് കൊടുത്തു. സർക്കാർ ഇപ്പൊ തന്നെ ഏകദേശം 7, 5, 12 ഏകദേശം ഒരു പിന്നെ 200 സംതിങ് വീടുകൾ, 225, 230 വീടോളം ഇപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞു. അവിടെ 400-ലധികം വീട് മതി. സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പിൽ തന്നെ 412 വീട് വരും. പിന്നെ ആർക്ക് കിടക്കാനാണ് ഈ വീടുണ്ടാക്കുന്നത്? ഇനിയിപ്പം ഈ സർക്കാരിന്റെ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ ചെലവിൽ ടി സിദ്ദീഖിന് റിസോർട്ട് ഉണ്ടാക്കാനാണോ അതൊന്നും കൂടെ ആലോചിക്കണം. ടി സിദ്ദീഖിനെ അവിടെ റിസോർട്ട് അടിക്കാനായിരിക്കും. അപ്പൊ അതും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ തുടങ്ങി ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സംവിധാനമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്ത ആ ഒരു വാർത്ത. ശിലാഫലകം പോലും ചാരി വെക്കുന്ന കോൺഗ്രസ് പാർട്ടി. ഇനി അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ പൊട്ടിക്കിളിക്കാതിരിക്കാനായിരിക്കും. ചിലപ്പോൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ പണ്ട് ഉമ്മൻചാണ്ടിയുടെ കല്ലൊക്കെ കിളിച്ച് സഹ്യവിരോധം ആയതുപോലെ ചിലപ്പം ഇത് കിളിക്കും. വയനാടല്ലേ, വയനാട് ഒന്നാമത് പാറ ഇഷ്ടം പോലുള്ള സ്ഥലമാണ്. ചിലപ്പോൾ അവിടെ കിടന്ന് ഈ മഴയും വെള്ളവും മഞ്ഞും ഒക്കെ കൊണ്ടു കഴിയുമ്പോൾ വയനാടിൻ്റെ ക്ലൈമറ്റ് അങ്ങനെ ഏത് സാധനം ഒന്ന് കൊണ്ടു നട്ടാലും വയനാട്ടിലെ മണ്ണി പിടിക്കും. പണ്ട് സാമൂതിരി പറഞ്ഞ പോലെ ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളക് കറുത്ത പണ്ണെന്നറിയപ്പെടുന്ന ഒരു സാധനം ഇത് പറിച്ചുകൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞ സമയത്ത് കൊണ്ടുപോയപ്പോൾ ഇവിടുത്തെ കർഷകരെല്ലാം പറഞ്ഞു ഇനിയിപ്പം നമുക്ക് രക്ഷയില്ല, കാര്യം നമ്മളുടെ ഏറ്റവും വിദേശ നാണ്യം നേടിത്തരുന്ന വസ്തുക്കളിലൊന്നും ഈ കുരുമുളകാണ്. കൊണ്ടുപോയ സമയത്ത് സാമൂതിരി എടുക്കാമെന്ന് പറഞ്ഞു. സാമൂതിരി അത് കൊണ്ടുപോയി, ഇനി നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി വളർത്തിക്കോട്ടെ, പക്ഷേ നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാൻ അവർക്ക് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ ക്ലൈമറ്റ് കൊണ്ടുപോകാൻ അവർക്ക് പറ്റില്ല. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ വയനാടെന്ന് പറയുന്ന മണ്ണ് എന്ന് പറഞ്ഞാൽ അത്ര ഫലഭൂയിഷ്ടിയുള്ള മണ്ണാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ ആ ഫലഭൂയിഷ്ടിയുള്ള മണ്ണിൽ കിടന്നാൽ ചിലപ്പോൾ കോൺഗ്രസ്സുകാരിട്ട കല്ല് കിളിർക്കും. അപ്പം അങ്ങനെ കിളിർത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമാകും. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഊരി മാറ്റി ഒരു സൈഡിലേക്ക് വെച്ചിരിക്കുന്നതും ആവാം, അതാണ് എനിക്ക് തോന്നുന്നത്.